Launching micromissiles. അതെ, പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നിന്റെ കിക്കും പഞ്ചുമെല്ലാം വളരെ പെർഫെക്റ്റ് ആണല്ലോ. പിന്നെ എന്തിനാ നീ ഇത്രയധികം പ്രാക്ടീസ് ചെയ്യുന്നത്? കാരണം പ്രാക്ടീസ് ഇല്ലാതെ കിക്ക് പെർഫെക്റ്റ് ആവില്ല. പ്രാക്ടീസ് ചെയ്താൽ കിക്കിന്റെ പെർഫെക്ഷൻ ടോപ്പ് ആയിരിക്കും. നിന്നെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് കീക്കോ. ഇപ്പൊ ഞാനും മനസ്സുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുക. ഇനി ഞാനും പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് മാറും. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. പിടികിട്ടാപ്പുള്ളിയായ കള്ളൻ മിസ്റ്റർ എക്സ് വീണ്ടും സൺസിറ്റിയെ ചാലഞ്ച് ചെയ്തിരിക്കുന്നോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. ഇത്രയ്ക്കൊക്കെ ടൈറ്റ് സെക്യൂരിറ്റി ഇട്ടതിന് ശേഷം മിസ്റ്റർ എക്സിന്, അതും നിങ്ങളെ പോലെയുള്ള ഒരു സ്മാർട്ട് സൂപ്പർ ഡിറ്റക്റ്റീവ് ഉള്ള സമയത്ത് അവൻ ഇവിടെ വന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? നീ പറഞ്ഞത് ശരിയാണ് ജൂനിയർ. മമ്മി, എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മിസ്റ്റർ എക്സ് കൊള്ളയടിക്കാൻ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ ചെയ്ത് കാണിച്ചിരിക്കും. ഒരു പക്ഷേ മിസ്റ്റർ എക്സ് രാജാവ് സുർസിംഗിന്റെ 400 വർഷം പഴക്കമുള്ള വാൾ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവൻ വരുമെന്ന് പറഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും വന്നിരിക്കും. അങ്ങനെ ഒരു പക്ഷേ അവൻ വന്നാൽ അപ്പോൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. മമ്മി, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കെ. ഞാനാണ് പറയുന്നത്, അവരെ ഇങ്ങനെ പിടിക്കണമെന്ന് എനിക്കറിയാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതാണ് എന്റെ പോളിസി. സാർ ഇപ്പൊ കോഡ് ലാംഗ്വേജിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, സാറേ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, ഞങ്ങളില്ലേ. കാരണം ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. മിസ്റ്റർ എക്സിനെ ഞാൻ ഫടാഫറ്റ് കണ്ടുപിടിച്ചിരിക്കും. വ്യത്യസ്തമായ സ്റ്റൈലായിരിക്കും എന്റെ വരവ്. അടിച്ചു മാറ്റി പോകുമ്പോഴും അതും സൂപ്പർ സ്റ്റൈലായിരിക്കും. അതേപോലെ പോകുമ്പോഴും സൂപ്പർ സ്റ്റൈലിലായിരിക്കും. എന്റെ പേര് മിസ്റ്റർ എക്സ് എന്നാണ്. ചാലഞ്ച് ചെയ്ത് കൊള്ളയടിക്കുന്നതാണ് എന്റെ ജോലി. അതാണ് എന്റെ ഒരു സ്റ്റൈൽ. പറഞ്ഞതുപോലെ മിസ്റ്റർ എക്സ് സൺസിറ്റിക്കകത്ത് പോയി കഴിഞ്ഞു. അവനിപ്പോൾ ആകാശത്ത് നിന്നും പറന്നു വന്നതുപോലെയുണ്ട്. ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. മിസ്റ്റർ എക്സിനെ ഫടാഫട്ട് അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ വീണ്ടും സൺസിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്.
എന്റെ പേര് മിസ്റ്റർ എക്സ് എന്നാണ്. ഓപ്പൺ ആയിട്ട് ചാലഞ്ച് ചെയ്ത് കൊള്ളയടിക്കുന്നതാണ് എന്റെ ജോലി, അതും വ്യത്യസ്തമായ സ്റ്റൈലിൽ. ആ പയ്യൻ ആരാണ്? അവൻ എന്നെ നോക്കിയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഗുഡ് ഈവനിങ് കള്ളൻ അങ്കിൾ. എന്റെ പേര് കിക്കോ. നിങ്ങൾ പ്ലീസ് ആ രാജാവ് സൂരത് സിംഗിന്റെ വാളങ്ങ് തിരിച്ചു കൊടുത്തേക്കൂ. എടാ പൊടിച്ചക്ക, നീ നല്ലോണം ചാടിയോടി അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനേക്കാളും നന്നായി നിനക്ക് സംസാരിക്കാനും അറിയാമെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ മോഷ്ടിക്കുന്നതിൽ കിങ് ആണ്. അതിനേക്കാൾ ഉപരി എസ്കേപ്പ് ആവുന്നതിലും കിങ് ആണ്, അതും വളരെ വ്യത്യസ്തമായ സ്റ്റൈലിൽ. വേഗം, അതിവേഗം R7 ഇന്ന് സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ, വിളിച്ചാലുടെ നടി വനത്തിന് ഹീറോ, ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, മിസ്റ്റർ എക്സ് മ്യൂസിയത്തിൽ നിന്ന് വിലയുയർന്ന വാൾ അടിച്ചു മാറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ ഉടനെ ഫോളോ ചെയ്. কোথায় গেল? ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇത്ര പെട്ടെന്ന് മിസ്റ്റർ എക്സ് അങ്കിൾ എങ്ങോട്ട് പോയിട്ടുണ്ടാവും? കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് മിസ്റ്റർ എക്സ് എങ്ങനെയാണ് അവിടെ എത്തിയത്? ടോണി ബോസിന്റെ കയ്യിൽ ഗ്ലൗസ് ഉണ്ട്, ഇടികൊണ്ടാൽ അവന്റെ ചാപ്റ്റർ ക്ലോസ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. സോറി ബോസ്, ഞങ്ങള് നിങ്ങളെ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ. അത് പിന്നെ ഡോഡോയുടെ കയ്യിലിരിക്കുന്ന എമ്മി ആലു പൊറോട്ട കണ്ടാൽ എപ്പോഴും പോലെ നിങ്ങൾക്കും അത് കഴിക്കണമെന്ന് തോന്നും. കീക്കോ മിസ്റ്റർ എക്സിന്റെ കാര്യത്തിൽ വളരെ ടെൻഷനിലാണ്. അവന്റെ ഈ വിഷമം ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ.
പൊറാട്ട അത് ഞാൻ കഴിക്കാൻ പോകുന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരു സൂപ്പർ ബൈക്ക് നമ്മുടെ ഗിസ്മോയെക്കാളും എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന എനിക്ക് മനസ്സിലാവാത്ത. എന്റെ മനസ്സിൽ ഇപ്പൊ 2 വേർഡ്സേ ഉള്ളൂ. ഞാനിപ്പോ വല്ലാത്ത കൺഫ്യൂഷനിലാ. ഒരിക്കലും നമ്മുടെ എതിരാളിയെ നമ്മൾ വീക്കായിട്ട് കാണരുത്. ഒരുപക്ഷെ മിസ്റ്റർ എക്സിന്റെ കയ്യിലുള്ളത് സൂപ്പർ ബൈക്ക് ആയിരിക്കാം. പക്ഷെ ഇപ്പൊ ചോദ്യം എന്തെന്ന് വെച്ചാൽ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അയാൾ അത്ര പെട്ടെന്ന് അവിടെ എങ്ങനെ എത്തി? സൂപ്പർ സ്പീഡോ, എന്തെങ്കിലും നിനക്ക് മനസ്സിലായോ? Mr. X, yeah. Doesn't steal every day, yeah. He loves giving challenges. And he has a super bike, yeah. You close your eyes and poof, he's gone. You better watch out, cause he's a god. Let's go, Kiko, and stop this man before he begins his evil plans. അത് ശരി. അപ്പൊ അവൻ പല പ്രാവശ്യം ഇതുപോലെ മറിഞ്ഞിട്ടുണ്ട്. താങ്ക് യു സൂപ്പർ സ്പീഡോ. മിസ്റ്റർ എക്സിനെ പിടിക്കാൻ ഒറ്റ ഒരു വഴി മാത്രമേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അയാൾ അപ്രത്യക്ഷനാകുന്ന ആ രഹസ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അവനെ പിടികൂടാം. ഇവിടെ തീ പിടിച്ചു, രക്ഷിക്കൂ, രക്ഷിക്കൂ. ഭയങ്കര എരിവ്. ഇവൻ എന്തായി ചെയ്യുന്നത്? ടോണി ബോസ് രക്ഷിക്കൂ, രക്ഷിക്കൂ എന്ന് കടന്ന് വിളിക്കുന്നത് കണ്ടില്ലേ? അതിന് കാരണം ഡോഡോയുടെ മുളകിട്ട പൊറോട്ട കഴിച്ചു. അത് തിന്നപ്പോൾ നല്ല എരിവുണ്ട്. ഡോഡോ, ഇത്രയും എരിവുള്ള പൊറോട്ട നീ എന്തിനാ കഴിച്ചത്? അതിനുള്ള ഉത്തരം ഞാനിപ്പോ പറയാം. ടോണി എപ്പോഴും ഡോഡോയെ കളിയാക്കി അവന്റെ ലഞ്ച് ബോക്സ് അടിച്ചോണ്ട് പോകും. ടോണിക്ക് ശരിക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെയാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ ഡോഡോയോട് ഒരേപോലുള്ള 2 ലഞ്ച് ബോക്സ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒന്ന് ടോണിയുടെ കയ്യിലുണ്ട്, ഇനിയൊരെണ്ണം മറ്റൊന്ന് ദേ ഇവിടെ ഉണ്ട്. 2 ലഞ്ച് ബോക്സസോ? അതെന്തിനാ? കാരണം ഫസ്റ്റ് ലഞ്ച് ബോക്സിൽ മുളകിട്ട പൊറോട്ടയാണ് വെച്ചിരുന്നത്. പിന്നെ ടോണി അത് തട്ടിപ്പറിച്ചു കഴിക്കുമ്പോൾ അവൻ അത് തന്നെ ഒരു പനിഷ്മെന്റ് ആയി മാറും. ഒരൊറ്റ വാക്കിൽ റൈറ്റ്. സെക്കൻഡ് ലഞ്ച് ബോക്സിൽ നോർമൽ പൊറോട്ട. അത് ഡോഡോയ്ക്ക് ഇഷ്ടം പോലെ കഴിക്കാം. ഇപ്പൊ ഞാൻ മുളകൊന്നും ഇല്ലാത്ത പൊറോട്ട കഴിക്കാൻ പോവാണ്. ഞാൻ നിങ്ങളോട് പകരം വീട്ടും. വരിഞ്ഞടാ. ഡോഡോയുടെ കയ്യിൽ പൊറോട്ട, ടോണി ബോസിന്റെ വായിൽ കൊഴുക്കട്ട. കൊള്ളാം ട്വിങ്കിൾ, നിന്റെ ഈ ലഞ്ച് ബോക്സ് ഐഡിയ ഉണ്ടല്ലോ, അത് അടിപൊളി. നീയല്ലേ എപ്പോഴും പറയുന്നത് കീക്കോ? ട്രിക്ക് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് കിക്ക് ആവശ്യമില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതെ, അത് നീ പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ. ഐഡിയ. മിസ്റ്റർ എക്സിനെ കണ്ടുപിടിക്കാൻ ഒരു നല്ല ഐഡിയ കിട്ടി. ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാട്ട്. ഏത് കേസും ഫടാഫട്ട് സോൾവ് ചെയ്യും. പക്ഷേ സാർ, ഈ കേസ് നിങ്ങളല്ല, കിക്കോയാണ് സോൾവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഏയ് അല്ലല്ല, ഈ കേസ് ഞാൻ തനിച്ചല്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് സോൾവ് ചെയ്യാം. കിക്കോ, ദോശയുടെ മസാലയ്ക്ക് ഒരു രുചിയുണ്ടെങ്കിൽ പാവ് ബജിയുടെ മസാലയ്ക്ക് മറ്റൊരു സാർ രുചിയായിരിക്കും. ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുക. നിനക്ക് ഉറപ്പാണോ കിക്കോ മിസ്റ്റർ എക്സിനെ കണ്ടുപിടിക്കാനുള്ള നിന്റെ ഈ പ്ലാൻ വർക്കൗട്ട് ആവോ? തീർച്ചയായും വർക്കൗട്ട് ആവും. കാരണം മിസ്റ്റർ എക്സിന് മോഷ്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ ചാലഞ്ചിൽ ജയിക്കുന്നതാണ് ഇഷ്ടം. ഈ ചാലഞ്ചിൽ ജയിച്ചു കാണിക്കാൻ അയാൾ തീർച്ചയായും വരും. അപ്പൊ നമുക്ക് മാസ്റ്റർ പ്ലാൻ വർക്കൗട്ട് ചെയ്യാം. സൺ സിറ്റി മിസ്റ്റർ എക്സിനെ ചാലഞ്ച് ചെയ്തിരിക്കുന്നു. സൺ സിറ്റിയെ ചാലഞ്ച് ചെയ്തിരിക്കുന്നു. മിസ്റ്റർ എക്സിനെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഞാൻ ആരാന്നറിയാതെ എന്നോട് കയറി കളിക്കാൻ ശ്രമിക്കുകയാണ്. രാജാവ് സൂര്യസിംഗിന്റെ അപൂർവമായ ഖജനാവ് ഇന്ന് മ്യൂസിയത്തിൽ നിന്നും എടുത്തുകൊണ്ട് വളരെ രഹസ്യമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നോടാണോ നിന്റെ ഈ ചാലഞ്ച്? പേപ്പറിൽ നിങ്ങൾ ഈ ന്യൂസ് ഫ്ലാഷ് ചെയ്ത് വളരെ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാജാവ് സൂര്യസിംഗിന്റെ ഖജനാവ് മ്യൂസിയത്തിൽ നിന്നും ഞാൻ അടിച്ചു മാറ്റിയിരിക്കും. പക്ഷേ അവര് പറഞ്ഞ സീക്രട്ട് ലൊക്കേഷൻ വരെ അത് ചെന്ന് ചേരില്ല. രാജാവ് സൂര്യസിംഗിന്റെ ഒരുപാട് അപൂർവമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വളരെ സേഫായിട്ട് വേണം ഇതെത്തിക്കാൻ. മിസ്റ്റർ എക്സിനെ പിടിക്കാൻ ഇതാണ് പ്ലാനെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. മിസ്സായാൽ പിന്നെ ഞാൻ എന്റെ കാര്യം അബദ്ധത്തിലാകും. ഞങ്ങൾ തനിച്ചെല്ലാം ഒറ്റക്കെട്ടായി ഒരു ടീമായാണ് പ്രവർത്തിക്കുന്നത്.
സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട മേയർ സാർ. നിങ്ങൾ പറഞ്ഞ ഈ വിലയുയർന്ന സാധനങ്ങളെല്ലാം അദ്ദേഹം സംരക്ഷിക്കും. മമ്മി മമ്മി ചുമ്മാ കിടന്ന് മോങ്ങിയാൽ അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. കള്ളനെ പിടിക്കുന്നവനാണ് ഈ ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. എക്സിനെ ഞാൻ ഫടാഫട്ട് പിടിച്ചിരിക്കും. ഇപ്പൊ തന്നെ വളരെ ലേറ്റ് ആയി. 2 വേർഡ്സിൽ പറഞ്ഞാൽ ലെറ്റ്സ് ഗോ. പോകുന്ന വഴിയിൽ എനർജിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. മാംഗോ. ഈ റിമോട്ട് കയ്യിലുള്ളപ്പോ ഈ മിസ്റ്റർ എക്സിന് ഒറ്റയ്ക്ക് വന്ന് ഈ ലോക്കർ പൊട്ടിക്കാനാവില്ല. മിസ്റ്റർ എക്സ് ഏത് വഴിക്ക് എപ്പോഴെങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അയാൾ തീർച്ചയായും വരും. എന്റെ ദൈവമേ, അവൻ എത്തിയോ? മിസ്റ്റർ റെക്സ് അങ്കിൾ എത്തിക്കഴിഞ്ഞു. ഭയങ്കര സ്പീഡിലാ വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ അയാളിപ്പോ എവിടെയാ? ഞാനിത് കളമിറങ്ങി കഴിഞ്ഞു. എല്ലാം ഞാൻ ഇപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ടങ്ങ് പോകും. എല്ലാം എന്റെ വ്യത്യസ്തമായ സ്റ്റൈലിലായിരിക്കും. എന്റെ പേര് മിസ്റ്റർ എക്സ് എന്നാണ്. ചാലഞ്ച് ചെയ്ത് മോഷ്ടിക്കുക, അതാണ് എന്റെ ജോലി. അതും വളരെ വ്യത്യസ്തമായ സ്റ്റൈലിൽ. എന്നോട് ചാലഞ്ച് ചെയ്ത് ഇങ്ങനെ എന്നെ സഹായിച്ചതിനു വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്സ്. അതങ്ങ് പോയല്ലോ. പെട്ടെന്ന് അവനങ്ങ് പോയല്ലോ. പക്ഷെ അയാൾക്ക് ഒരുപാട് ദൂരമൊന്നും പോവാൻ പറ്റില്ല. കാരണം ആ ലോക്കറിൽ ഞാൻ ചില കേബിൾസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴേ പറഞ്ഞാലും നിങ്ങൾ വിഷമിക്കണ്ട. ഇനി ഇവൻ കിടക്കാൻ പോകുന്നത് ജയിലിലാണ്. സാറ് പറഞ്ഞത് ശരി തന്നെയാ. ഇനി മിസ്റ്റർ എക്സിന്റെ കളി ഇതോടെ അവസാനിക്കും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ എക്സ്. നിങ്ങൾ ഈ ചാലഞ്ചിൽ തോറ്റുപോയി. മിസ്റ്റർ എക്സ് ഇതുവരെ ഒരു കാര്യത്തിലും തോറ്റിട്ടില്ല. നോക്കാം, ഇപ്പോ നമുക്ക് ചാലഞ്ച് ചെയ്യാം, അതും വ്യത്യസ്തമായ സ്റ്റൈലിൽ. വൺ വേർഡിൽ പറഞ്ഞാൽ ട്വിൻസോ? എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതെ, ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത് ഡോഡോ 2 ടിഫിൻ ബോക്സ് കൊണ്ടുവന്നപ്പോഴാണ്. ടോണിയും ഒരു പാഠം പഠിപ്പിച്ചില്ലേ? ഫോളോ ചെയ്യുമ്പോൾ മിസ്റ്റർ എക്സ് പെട്ടെന്ന് കാണാതെ പോയതും പെട്ടെന്ന് വേറെ എവിടുന്നോ വരുന്നതും. അതിന്റെ കാരണം ഇതാണ്: ഒരാൾ മറഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊരു ബ്രദർ വേറൊരു വഴിയിൽ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് അവരെ ആർക്കും പിടിക്കാൻ കഴിയാത്തത്. ആ സമയത്താണ് ഞാൻ ഒരു കാഴ്ച കണ്ടത്. അന്ന് അവിടെ ആ സ്ഥലത്ത് ഞാൻ ഒരു ബങ്കർ കണ്ടു. കൊള്ളാം, നീ ബുദ്ധിമാനാണ്. നിന്റെ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ ഇൻവെസ്റ്റിഗേഷൻ അടിപൊളി. ഞങ്ങൾ എപ്പോഴും ഈ ലോകത്തിലുള്ളവരെ വിഡ്ഢികളാക്കി മാറ്റുകയായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഈസി ആയിട്ട് എസ്കേപ്പ് ആകുമായിരുന്നു. പക്ഷെ ഇന്ന് നീ ഞങ്ങളുടെ രഹസ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്ലാനൊക്കെ കൊള്ളാം മിസ്റ്റർ എക്സ്. പക്ഷെ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു പോയി. അന്ന് നിങ്ങളുടെ ബാക്കിൽ രാജാവ് സൂര്യസിംഗിന്റെ വാളുണ്ടായിരുന്നു. നിങ്ങളുടെ ബ്രദറിന്റെ മുതുകിലില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് സംശയം വന്നത്. ഡോഡോ 2 ടിഫിൻ ബോക്സ് കൊണ്ടുവന്നപ്പോൾ നിങ്ങളും 2 ആളായിരിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ടായി. അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. നിന്റെ ഈ പ്ലാൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട്, കൊള്ളാം. പക്ഷെ എന്ത് ചെയ്യാനാ, നീ ഇപ്പോ ഫെയിൽ ആയി പോയി. വേഗം, അതിവേഗം R7 സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ, നമുക്ക് 2 മിസ്റ്റർ എക്സിനെയും പിടിക്കണം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 19. ഫോർമുല നമ്പർ 19 ആക്ടിവേറ്റഡ്. അവരുടെ അറ്റാക്കിന് തിരിച്ചടി നൽകാൻ സമയമായി.
അവനിപ്പോ ഈ വലയിൽ നമ്മളെ കുടുക്കിക്കളഞ്ഞല്ലോ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 232 യൂസ് ചെയ്. ഫോർമുല നമ്പർ 232 ആക്ടിവേറ്റഡ്. ഈ വലയെല്ലാം ഞാൻ കട്ട് ചെയ്തെറിയും. ഇത്രയും സമയം നീ എന്നെ അറ്റാക്ക് ചെയ്തു. അടുത്തതായി ഇനി ഞാൻ എന്റെ അറ്റാക്ക് തുടങ്ങുന്നു. Launching micro missiles. ഇപ്പോഴും സമയം ബാക്കിയുണ്ട് മിസ്റ്റർ എക്സ്. നിങ്ങൾ രണ്ടാളും പെട്ടെന്ന് സറണ്ടർ ആയിക്കോളൂ. ശിക്ഷ കുറയാൻ ഒരു ചാൻസ് ഉണ്ട്. ശിക്ഷ ഞങ്ങളാണ് നിനക്ക് നൽകാൻ പോകുന്നത്. ഞങ്ങളുടെ 2 ബൈക്സും നീ തവിടുപൊടിയാക്കിയില്ലേ? കിക്കോ ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, ആദ്യം അവന്റെ കളി ഞാൻ നോക്കും, പിന്നെ പൂച്ചെലിയെ പിടിക്കുന്ന പോലെ ഒറ്റ പിടിയാ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് സാർ. ജഡ്ജ്മെന്റ് സാറ് മിസ്റ്റർ എക്സിനെ പിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ശിക്ഷ ഫട്ടാഫട്ട്. മിസ്റ്റർ എക്സ്, പിന്നെ മിസ്റ്റർ എക്സ്, തെറ്റായ കാര്യം ചെയ്യാൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു. ഈ ബുദ്ധിയൊക്കെ നല്ല കാര്യത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്ര നന്നായേനെ. എന്ത് ചെയ്താലും അതിന് സ്റ്റൈൽ ചെയ്യണം.